വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നവരാത്രി തുടങ്ങുകയാണ്. നവരാത്രി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് എപ്പോഴും അടിയുടെയും ഇടിയുടെയും വെടിയുടെയും വാർത്തകളാണ്. സാധാരണ നമ്മൾ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ളത് ബംഗാളിലാണ്. ഇപ്പൊ അമിത്ഷാ പുതിയ ഫയലുകളൊക്കെ തുറന്നിട്ടുണ്ട്. 1947 മുതൽ ഇങ്ങോട്ടുള്ള 50 വർഷത്തേക്കുള്ള കലാപത്തിന്റെയൊക്കെ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോ നോക്കണം. എന്തായാലും ആസാമിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നും നോക്കണ്ട, വെടിവെച്ചേരെ എന്ന് പറഞ്ഞു. അതോടുകൂടി അവിടെയുള്ള മതമൗലികവാദികൾ ഞെട്ടിയിരിക്കുകയാണ്. വലിയ വാർത്തയാണ്, വെടിവെച്ചേക്കെന്ന് പറഞ്ഞു. ഇനി ഇവർക്ക് നേരെ എന്തെങ്കിലും ആക്രമണമോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ തീർത്ത് കളയും എന്നുള്ള ഒരൊറ്റ ഡയലോഗാണ് അടിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മുടെ ആക്സിസ് ബാങ്ക് ഒരു ഇതിൽ ചെന്ന് ചാടി. ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ഈ നവരാത്രിയുടെ ആ ഒരു ആഘോഷത്തിന്റെ ഇടയിൽ ഒരു സാന്താക്ലോസിനെ കൂടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. സാന്താക്ലോസിനെ കൂടെ ആ പരസ്യത്തിൽ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആക്സിസ് ബാങ്കിന്റെ ഷെയറൊക്കെ ഞങ്ങൾ ഇപ്പൊ വിട്ടൊഴിയും, ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു ടീം രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷെ അവിടെ നിന്ന് കൂടുതലും വരുന്ന വാർത്തകൾ ശുഭകരമായിട്ടുള്ള വാർത്തകളാണ് കേട്ടോ. അതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഫോക്കസ്. അപ്പൊ പ്രേക്ഷകർ വിചാരിക്കരുത് നമ്മൾ അടിയുടെയും വെടിയാണ് പറയാൻ പോകുന്നത്. അപ്പോ ഇതില് പ്രധാനമന്ത്രി നമുക്കറിയാം GST 2.0 പ്രഖ്യാപിച്ചു. ആമസോണില് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ തുടങ്ങി, ഫ്ലിപ്കാർട്ടില് ബിഗ് ബില്യൺ ഡേയ്സ് തുടങ്ങി. വിലക്കുറവെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിലക്കുറവ്. ഐഫോൺ 15 ഞാൻ നോക്കിയപ്പോ 39,000 രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. 39,000 രൂപയ്ക്ക്, വെറും 39,000 രൂപ ഇതിനൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും പണിയെടുക്കുന്ന ആൾക്കാർക്ക് നല്ല അവസരമാണ്. പണിയെടുത്ത് തിന്നണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല അവസരമാണ്. അല്ലാതെ നരേന്ദ്രമോദി കൊണ്ടുതരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണിയെടുത്ത് കയ്യിൽ അധ്വാനിച്ച് ജീവിക്കുന്ന നല്ല അവസരമാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ നാട്ടിൽ ഈ കോൺഗ്രസ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പൊ മോദിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു വാർത്ത ഞാൻ ഇന്നലെ കണ്ടത് എന്താ അറിയോ? 25 ലക്ഷം സ്ത്രീകൾക്ക് ഉജ്ജ്വൽ യോജന പ്രകാരം സൗജന്യമായിട്ട് ഈ നവരാത്രി ഗ്യാസ് അടുപ്പ് കൊടുക്കാൻ പോവുകയാണ്. അവർ വിറകടുപ്പിലാണ് വേവിച്ചുകൊണ്ടിരുന്നത്. ഈ വിറവെടുപ്പ് കൊണ്ടുണ്ടാകുന്ന ഈ ഉത്തരേന്ത്യൻ സ്ത്രീകൾക്കുണ്ടാകുന്ന പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ബീച്ചേട്ടൻ പറഞ്ഞു തരണം. രണ്ടാമത്തെ കാര്യം, ഈ വിറകടുപ്പ് മാറി ഗ്യാസ് അടുപ്പ് കൊടുക്കുമ്പോൾ 2,500 രൂപയാണ് സർക്കാരിന് ചെലവ് വരുന്നത് ഒരടുപ്പിന്. സിലിണ്ടർ കൊടുക്കുന്നുണ്ട്. 300 രൂപ സബ്സിഡി കേന്ദ്രം ഇടും. 533 രൂപയാണ് സിലിണ്ടറിന്റെ വില. അപ്പോ പല പല ദരിദ്ര രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല പല സമ്പന്ന രാജ്യങ്ങളിൽ സിലിണ്ടർ വിൽക്കുന്നതിനെക്കാട്ടിലും വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെ നല്ല നല്ല വാർത്തകളാണ് വരുന്നത്. ജനങ്ങൾ ഇതാണ് സത്യം പറഞ്ഞാല് വോട്ട് ചോരി എന്ന് ഞാൻ പറയും. കാരണം അല്ലാതെ അതൊന്നുമല്ല. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മോദിക്ക് വോട്ട് ചോറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള വോട്ട് ചോരി. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? ഈ തവണത്തെ നവരാത്രി എങ്ങനെ ഉണ്ടായിരിക്കും? സത്യത്തില് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയ്ക്ക് ഇത്രയും ജനം ആഹ്ലാദിക്കുന്ന ഒരു നവരാത്രി അല്ലെങ്കിൽ ദീപാവലി ഉത്സവ സീസൺ ഇന്ത്യ വന്നിട്ടില്ല. 25 എന്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ലത്. കാരണം സാധാരണ ഈ കടക്കാരും മറ്റുമൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ആ ഡിസ്കൗണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയാം. വില കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് 50% ഡിസ്കൗണ്ട്, 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കൗണ്ടാണ്. പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആവുകയാണ്. അതായത് ഇവിടുത്തെ ഒരു രസം എന്താന്ന് വെച്ചാൽ, കടക്കാരുടെ ഡിസ്കൗണ്ട് വേറെ, അത് അവരുടെ ഇഷ്ടമാണ്, കൊടുക്കുക വേണം, അത് വേറെ. അത് കൂടാതെ GST വഴി ഉണ്ടായിരിക്കുന്ന ആ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്കൗണ്ടാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, പണ്ട് സ്വർണത്തിന് 6,000 അല്ലേ ഉള്ളൂ, ഇപ്പൊ 83,000 ഇല്ലേ എന്ന് ചോദിച്ചാൽ അവരോടൊന്നും പറയാനില്ല. നമുക്ക് പണ്ട് കളവണ്ടിലല്ലേ പോയെ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇപ്പൊ അതല്ലല്ലോ പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ പഴയതും ഇതുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അന്തക്കാലം, ഇത് ഇന്ത്യക്കാലം. നാളെ ഇതിലും വീണ്ടും മാറിയേക്കാം. ഏതായാലും ഈ ട്രംപിന്റെ താരിഫ് വന്നപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഇന്ത്യയുടെ GDP താഴോട്ട് പോകും, ഇന്ത്യ തകർന്നു പോകും എന്ന് പറഞ്ഞു. ഒരു ചുക്കും സംഭവിച്ചില്ല. ഓഗസ്റ്റ് മാസത്തിലെ വളർച്ചാ നിരക്കൊക്കെ വരുമ്പോൾ കയറ്റുമതിയിൽ നമ്മൾ ഏതാണ്ട് 7.9% ഉയർച്ച തന്നെയാണ് കാണിച്ചത്. ഇത് വിദേശ മാധ്യമങ്ങളടക്കം ഇതിനെ വലിയ രീതിയിലാണ് ഇതിന് വാർത്ത കൊടുത്തത്. ഞാൻ ഇന്നലെ BBC, CNN ഒക്കെ കയറി കണ്ടു. അവരെല്ലാം വലിയ പ്രാധാന്യത്തോടാണ് കൊടുത്തത്. അവർ പറയുന്നത് ഇന്ത്യയുടെ വിപണി ചലിപ്പിക്കാൻ മോദിയുടെ ഒരു വലിയ തന്ത്രമാണിത്. ഇത് GDP വലിയ രീതിയിൽ ഉയരുമെന്നാണ് അവർ പറയുന്നത്. വലിയ രീതിയിൽ ഉയരും, ആഭ്യന്തര വിപണിയിൽ വലിയ രീതിയിൽ ഉയരും. അതിനിടയിൽ മിനിഞ്ഞാന്ന് ശ്രീമാൻ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ തൊട്ടു പിന്നാലെ റോയിട്ടേഴ്സിന്റെ ഫീഡിൽ വന്ന ഒരു പ്രധാന ഹെഡിങ് എന്തായിരുന്നു അറിയാം? അതാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ GST കുറച്ചതല്ല വാർത്ത അതല്ല. അത് സായിപ്പ് കണ്ടുപിടിച്ചു എന്താണ് വാർത്ത എന്നുള്ളത്. യഥാർത്ഥത്തിൽ വാർത്തയും അത് തന്നെയാണ്. വാർത്ത എന്താന്ന് ചോദിച്ചാൽ, സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങൂ
ഞാൻ കടക്കാരോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങി വെക്കണമെന്നുള്ളത്. അതാണ് പ്രധാന വാർത്ത. അത് റോയിട്ടേഴ്സ് നല്ല ഗംഭീരമായിട്ട് ആ വാർത്ത ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അത് നാഷണൽ മീഡിയാസ് ആയിക്കോട്ടെ, കേരള മീഡിയാസ് ആയിക്കോട്ടെ, ആരും തന്നെ ചെയ്യുന്നില്ല. സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഒരു സംശയം വരും, ഏതാണ് ഈ സ്വദേശി ഉൽപ്പന്നമെന്ന്. കോൾഗേറ്റ് സ്വദേശിയാണോ, ക്ലോസപ്പ് സ്വദേശിയാണോ എന്ന് ചോദിച്ചാൽ അതിനെ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് മേഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏത് വസ്തു. ഇപ്പോൾ ഈ കോൾഗേറ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയാണ്, പക്ഷെ അവർ ഇന്ത്യയിലാണ് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. 3-4 ഫാക്ടറികൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ തേക്കുന്ന പേസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുന്ന പേസ്റ്റാണ്. അപ്പോൾ അത് പാമോലിവ്, ഹിന്ദുസ്ഥാൻ പാമോലിവ് ലിമിറ്റഡ്, അങ്ങനെ എന്താണ് ആ കമ്പനിയുടെ പേര്, അവരിറക്കുന്നുണ്ട്. അത് അമേരിക്കൻ കമ്പനിയാണ്. ബാക്കിയുള്ള നമ്മുടെ ടൂത്ത് പേസ്റ്റ് എല്ലാം, അതായത് ക്ലോസപ്പ് അടക്കമുള്ള ടൂത്ത് പേസ്റ്റ് എല്ലാം UK-യുടെയാണ്. അതും ഇന്ത്യയിൽ തന്നെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. സോപ്പ്, പിന്നെ ഈ യൂണിലിവറിന്റെ ആണ്, മറ്റേ ലെക്സ് അടക്കമുള്ള സോപ്പുകൾ. ആ സോപ്പുകൾ കംപ്ലീറ്റ് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. UK കമ്പനികളാണ് സോപ്പ് മേഖലയിൽ. സോപ്പ് മേഖലയിൽ അമേരിക്കയ്ക്കില്ല. പാമോലീവ് എന്ന് പറഞ്ഞൊരു സോപ്പ് ഉണ്ട്, അത് ഇവിടെ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ത്യയുടെ തന്നെ സോപ്പുകൾ അനവധി ഉണ്ട്. സിന്തോൾ ഉണ്ട്, സന്തൂർ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സോപ്പുകൾ ഇന്ത്യയുടേതായിട്ടും ഉണ്ട്. ഇത് കൂടാതെ ഉണ്ട്. അങ്ങനെ എല്ലാ വസ്തുവിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അതിന് കോൾഗേറ്റും ക്ലോസപ്പും അവരുടേതല്ലേ എന്ന് ചോദിച്ചാൽ അവരുടേതല്ല, ഇവിടെയാണ് ഉൽപ്പാദനം. അത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരിക, ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിർമ്മിക്കുന്ന സാധനങ്ങൾ വേണം നിങ്ങൾ വാങ്ങാൻ. അതിനർത്ഥമാക്കുന്നത് ഒരു കമ്പനി ഇവിടെ വരുമ്പോൾ അതിൽ 10 പേരെങ്കിൽ 10 പേർക്ക് ജോലി കിട്ടും, അവന്റെ കുടുംബം കഴിയും, അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പേർക്ക് പണിയാകും, ബിസിനസ് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യക്കാരന്റെ വിയർപ്പുണ്ടാകണം ആ ഉൽപ്പന്നത്തിൽ, ഇന്ത്യയിൽ നിർമ്മിച്ചതാകണം, അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. അതിന് വലിയ അക്സെപ്റ്റൻസ് ആണ് ഇപ്പോൾ എല്ലായിടവും കിട്ടുന്നത്. അതിപ്പോൾ ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്ന് അറിയാൻ ഒന്നുമില്ല. ഈ ഉൽപ്പന്നം വാങ്ങിയിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മേഡ് ഇൻ ഇന്ത്യ എന്ന് അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും. എല്ലാ പ്രൊഡക്റ്റിലും മേഡ് ഇൻ ഇന്ത്യ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ്, സ്വദേശി ഗണത്തിൽ വരുന്നതാണ്. ഒരുപക്ഷെ ആൾക്കാർക്ക് സംശയം വരും, പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംശയം വരും, സ്വദേശി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ എന്നുള്ളത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വദേശി ജാഗരണ മഞ്ച് മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിലും അത് കാലത്തിനനുസരിച്ച് മാറ്റുകയും നമ്മുടെ ഇവിടെ രൂപീകരിക്കുന്ന കമ്പനികൾ, അതായത് ഫോറിൻ കമ്പനികളാണെങ്കിലും അവരിവിടെ രൂപീകരിക്കുന്ന കമ്പനികൾ വഴിയാണ് ഈ സോപ്പുകൾ നിർമ്മിക്കുന്നതും മറ്റുമൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഗൂഗിൾ പേ അടക്കമുള്ളവ ഒരുപക്ഷെ ആ രീതിയിലല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഫോൺ പേക്കാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനികളെന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യക്കാരുടെ ഒരു സംരംഭം ആണ് എന്ന് തന്നെ പറയാം. ഇപ്പം ആമസോണും ഫ്ലിപ്കാർട്ടും ഉണ്ട്. ഫ്ലിപ്കാർട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന കമ്പനിയാണ്. പക്ഷെ വാൾമാർട്ടാണ് അതിന്റെ 71% ഓഹരികൾ വാങ്ങിയിരിക്കുന്നത്. വിദേശിയാണ്, പക്ഷെ നമ്മുടെ സ്വദേശത്താണ് അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആമസോൺ അക്ഷരാർത്ഥത്തിൽ വിദേശി തന്നെയാണ്, അമേരിക്കൻ കമ്പനി തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസ നേരെ അവന്റെ ഖജനാവിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ അതല്ല, നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണ്. ഇവിടെ വന്നിട്ടാണ് അതിന്റെ ഷെയർ ബാക്കിയുള്ളത് അവര് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചോദിക്കും, ഈ ഫ്ലിപ്കാർട്ട് പോലെ നിങ്ങൾക്കായിക്കൂടെ, ഇന്ത്യൻ പ്രൊഡക്റ്റുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുമൊക്കെ ഉണ്ട്. പക്ഷെ ഏതായാലും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ ഉൽപ്പന്നങ്ങളും മേഡ് ഇൻ ഇന്ത്യ. അപ്പൊ അതിന് വേണ്ടി പ്രാമുഖ്യം കൊടുക്കുക. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്ത് നിന്നുള്ള സാധനം ഇറക്കുമതി ചെയ്യുന്നില്ല. ഇപ്പൊ വിദേശത്ത് നിന്നൊരു കമ്പനി നമ്മുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളുടെ ചരക്ക് നിങ്ങൾ താരിഫില്ലാതെ ഇവിടെ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് നടക്കില്ല, ഞങ്ങൾ നല്ല താരിഫ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നമ്മൾ വലിയ താരിഫ് കൊടുക്കാൻ ശ്രമിച്ചത്, നൽകിക്കൊണ്ടിരിക്കുന്നത്, ചൈനയ്ക്ക് വലിയ താരിഫ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കപ്പെടണം. അതാണ് നമ്മൾ, കാരണം എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് അത് ഗുണപ്പെടുത്തുള്ളൂ, നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഈ ആപ്പിള് പോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ വന്ന് പ്രൊഡക്ഷൻ നടത്തിയത്. ഇപ്പം കാറുകൾ, മിക്കവാറും എല്ലാ കാർ കമ്പനിയും ഇവിടെ വന്നു. ടെസ്ലയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മുടെ മസ്ക് വലിയ ശല്യം ചെയ്തിട്ട് മസ്കിനോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വന്ന് കാറ് വിറ്റോളൂ, കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ അതിനുള്ള ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും. ആ ആനുകൂല്യം എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഏതായാലും മസ്ക് കാറ് കൊണ്ടുവന്ന് വിറ്റിട്ട് എന്തായി എന്നറിയില്ല. ഇന്ന് കണ്ട മറ്റൊരു വാർത്ത, എക്കണോമിക്സ് ടൈംസിൽ വന്നൊരു വാർത്ത, ചൈനയിൽ നിന്ന് കൂടും കുടുക്കയും എടുത്തുകൊണ്ട് അവിടുത്തെ ബിസിനസ്സുകാരന്, കാരണം നമ്മളിപ്പോൾ വിസ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്, BYD അടക്കമുള്ള അനവധി കാർ കമ്പനികളടക്കം ഇപ്പൊ ഇന്ത്യയിലേക്ക് വരികയാണ്, അവരുടെ CEO-മാരും മറ്റുമുള്ള ആളുകൾ ഇവിടുത്തെ. കാരണം അവർ വലിയ പ്രതീക്ഷയോടാണ് ഇരിക്കുന്നത്. ഞാൻ മുമ്പും ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 15ഓളം കാർ കമ്പനിയാണ് അതിർത്തി തുറക്കുന്നത് നോക്കി കാത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരും ഇവിടെ എത്തുന്നുണ്ട്. അതുമാത്രമല്ല, ചൈന ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പുതിയ തന്ത്രമുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യക്കും താൽക്കാലികമായി ഗുണപ്പെടും. പക്ഷെ ഇന്ത്യ ആ വഴി അടച്ചിരിക്കുകയാണ്, തുറക്കാനും സാധ്യതയില്ല. അതായത് വില കുറച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും വിപണി തുറക്കുകയാണ് ഇപ്പോൾ ചൈന ചെയ്യുന്നത്. വില കുറച്ച് എല്ലാവർക്കും സാധനം കൊടുക്കുക, നമ്മൾ പറഞ്ഞ ഡിസ്കൗണ്ട് സൈറ്റിൽ എന്ന് പറഞ്ഞാൽ വില കുറച്ച് കൊടുക്കുകയാണ്.
പക്ഷെ നമ്മളത് ചെയ്യില്ല. കാരണം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് അത് പിന്നോട്ടടിക്കും, നമ്മളുടെ സ്ഥാപനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചൈനയ്ക്ക് ഉം. മുമ്പോട്ട് പറഞ്ഞു, അത് ചൈന എഗ്രി ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങളത് ഉണ്ടാക്കി നിങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ നിങ്ങൾ വന്നിട്ട് നിർമ്മിച്ച് കൊണ്ടുപോകൂ എന്നാണ് ഇപ്പൊ നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് ഇപ്പൊ വരുന്ന വമ്പന്മാര് വിവോ, ഷവോമി, ഓപ്പോ, അങ്ങനെയുള്ള കമ്പനികൾ, മൊബൈൽ കമ്പനികൾ അടക്കമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവരുടെ സിഇഒമാർ എത്തുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ ഇതാണ് നമ്മുടെ പ്രധാന വാർത്ത. ഇതാണ് സ്വദേശി. ഈ നവരാത്രി കാലത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പ്രധാന മുദ്രാവാക്യം സ്വദേശി തന്നെയാണ്. നമുക്ക് ഫോറിൻ ഗുഡ്സ് അല്ല വേണ്ടത്. ഇപ്പം USA ഇല്ല മറ്റു ഗുഡ്സോ, അവിടെ ഗുഡ്സ് വാങ്ങുന്നവരുണ്ടാകും, അത് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി എന്താണ് പറയുന്നത്, അവിടുത്തെ സാധനങ്ങളെ കഴിക്കൂ എന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ വാങ്ങി കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് കഴിക്കണ്ടെന്നോ അത് ബഹിഷ്കരിക്കണമെന്നോ നമ്മളത് പറയുന്നില്ലല്ലോ. ഇപ്പൊ അമേരിക്കൻ ആപ്പിൾ കഴിക്കണമെങ്കിൽ അത് അമേരിക്കയിൽ നിന്ന് തന്നെ മാറണം. അതായത് ഇവിടെ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇവിടുത്തെ അമേരിക്കൻ ആപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ വിത്ത് കൊണ്ട് ഇവിടെ പാകി അമേരിക്കൻ ആപ്പിൾ ആണെന്ന് പറയാം, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതേപോലെ തന്നെയാണ് അതിന്റെ കാര്യങ്ങളും പോകുന്നത്. രണ്ട്, ഈ GST മൂലം വിപണി തുറന്നു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ഉത്സവകാലമാണ്. ഇന്ന് വന്നിരിക്കുന്ന വാർത്ത, അതും എക്കണോമിക്സ് ടൈംസിലാണ് വന്നിരിക്കുന്നത്, കാറുകളുടെ ഷോറൂമിൽ നീണ്ട നിരയാണ് ബുക്കിംഗിൽ നിന്നാണ്. പലയിടത്തും അഭൂതപൂർവമായ റെക്കോർഡ് ബുക്കിംഗ്. അതിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കിട്ടിയത് മാരുതിക്കും അതുപോലെ തന്നെ ഈ കിയ എന്ന് പറയുന്ന ഒരു കമ്പനി, അവരുടെ വണ്ടികൾക്കുമാണ്. അത് ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കമ്പനികൾ കൂടുതൽ ഓഫറുകൾ കൂടുതൽ ഓഫറുകൾ ഇപ്പൊ മറ്റു കമ്പനികൾ കൊടുക്കും എന്നാണ് പറയുന്നത്. കാരണം ഈ GST കുറഞ്ഞതോടുകൂടി തന്നെ വലിയൊരു ബൂമിങ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ AC, റെഫ്രിജറേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കുറഞ്ഞൊരു സാഹചര്യം. ബിസ്ക്കറ്റ്, ഈ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊരു ഒരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ പാർലേജി എന്ന് പറയുന്ന കമ്പനിയുടെ 5 രൂപയുടെ ബിസ്ക്കറ്റ് ഉണ്ട്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ തൊഴിലാളികൾ, നമ്മളെ കണക്ക് രാവിലെ 10 ഇഡ്ഡലിയും കഴിച്ചുകൊണ്ടല്ല അവർ പണിക്കിറങ്ങും. അവര് ബ്രേക്ക്ഫാസ്റ്റ് അവർക്കില്ല. അവര് രാവിലെ ഇത് ഒരു 11 മണി ആകുമ്പോഴത്തേന് അവർ വന്നിട്ട് കട്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു ചായ ഉണ്ട്, ഒരു 50 മില്ലി ചായയും ഈ 5 രൂപയുടെ ഒരു പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റും ആണ് വാങ്ങുന്നത്. ഇന്ന് ആ പാർലേജിക്ക് അവർ ചെയ്തിരിക്കുന്നത്, ഈ ബിസ്ക്കറ്റ് കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് ഈ 5 രൂപ, 10 രൂപ, 20 രൂപ ഈ രീതിയിലാണ് ഇന്ത്യൻസ് വാങ്ങുന്നത്. അല്ലാതെ 8 രൂപ 50 പൈസ എന്നോ 4 രൂപ 50 പൈസ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണത്. അതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ടാണ് ഈ റേറ്റുകൾ പോകുന്നത് എന്നവർ പറയും. അപ്പം സർക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ GSTയുടെ ഇളവ് ഇത് ബിസ്ക്കറ്റ് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പുതിയതായി കേൾക്കുന്നത്, ഇപ്പൊ നിലവിൽ 55 ഗ്രാം ആണ് ഈ 5 രൂപ ബിസ്ക്കറ്റിന്റെ ഗ്രാം, പാർലെ ബിസ്ക്കറ്റ് 55 ഗ്രാമാണ്. അതവര് 58 ഗ്രാമിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത. അതായത് 2 ബിസ്ക്കറ്റ് കൂടെ കൂടുതൽ കാണും. ആ 2 ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണപ്പെട്ടവനെ സംബന്ധിച്ച്, തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒരുപക്ഷെ മലയാളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അതിനെ പുച്ഛിക്കാൻ പറ്റും, ബിസ്ക്കറ്റാണോ തിന്നുന്നതെന്ന് ചോദിച്ചാൽ. എന്താ അവിടെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ അവരുടെ രീതി അങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് രാവിലെ ഇല്ല, കച്ചോരി പോലുള്ളതൊക്കെയാണ് അവർ ചിലപ്പോൾ കഴിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള ഉൽപ്പന്നം തൊട്ട് വലിയ രീതിയിൽ തന്നെ അത് വിലക്കുറവ് അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. 10,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തിന് ഈ GSTയുടെ കുറവ് മൂലം 1,500 രൂപ പ്രതിമാസം ലാഭിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. വെറും 10,000 രൂപയുള്ള 1,500 രൂപ അതിൽ മിച്ചം പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ അവന് പ്രോഫിറ്റായ 1,500 രൂപ അവന്റെ കയ്യിൽ വെക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം ഒരു സാധാരണപ്പെട്ടവനെ കണക്ക് വേറെ ആർക്കുമില്ല. അതായത് 30,000 മുടക്കുന്നതിന് 4,500 രൂപ കയ്യിലിരിക്കും, നോക്കിയും കണ്ടും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി സിമെന്റിന് വില കുറഞ്ഞു, ടൈൽസിന് വില കുറഞ്ഞു, മാർബിളിന് വില കുറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വില കുറയുമ്പോൾ സ്വാഭാവികമായി സാധാരണക്കാർക്ക് വീട് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ അവനൊരു ചെറിയ ആശ്വാസം കിട്ടും. വീട് പണിയുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു രൂപ ആശ്വാസം കിട്ടില്ല, അവർക്ക് ആശ്വാസം തന്നെയാണ്. അങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് വലിയ രീതിയിൽ തന്നെ വിപണി തുറന്നു കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ നവരാത്രി കാലം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിൽ എത്തിയിരുന്നു. അദ്ദേഹം അവിടെ വ്യാപാരികളെ കണ്ട് ഇങ്ങനെ ഈ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നു, നിങ്ങൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങി വെക്കൂ എന്നുള്ളത്. കാരണം കടക്കാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ. കാരണം ഫോറിൻ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കുറവാണ് വരുന്നത്, മിക്കവാറും എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അപ്പം അത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതൽ വരികയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനൊരു ഡിസ്കൗണ്ട് കൂടെ കൊടുക്കുകയാണ്. ഇപ്പൊ അമൂൽ അടക്കമുള്ളവരൊക്കെ വലിയ ഡിസ്കൗണ്ടാണ്. ഈ നെയ്ക്കൊക്കെ വലിയ ഡിസ്കൗണ്ട് തന്നെയാണ്. ഈ നെയ്യ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് ഒരു പക്ഷേ കേരളത്തിൽ ഇരിക്കുന്നവർ തോന്നി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നായിട്ടാണ് അത് മാറുന്നത് നെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിൽ പോലും നെയ്ക്ക് മിൽമയൊക്കെ അടക്കം വില കുറച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു വലിയ ചലനമുണ്ടാക്കുകയും ഇന്ത്യൻ വിപണി പാടെ മാറി മറിയുകയും GDP-യിൽ ഒരു വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകുകയും ചെയ്യും. അതായത് നമ്മളുടെ സ്വന്തം ഉൽപ്പന്നം
നമ്മളുടെ പണം, നമ്മളുടെ ഉൽപ്പന്നം, ഓരോ പൈസയും ഇന്ത്യക്കാരനിലും അതിന്റെ ഒരു പങ്കെത്തുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും അതിനുവേണ്ടി തന്നെ ശ്രമിക്കുക. കാരണം നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആദ്യം ആ ഉൽപ്പന്നം എടുത്ത് നോക്കുക, മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ എന്ന് മാത്രം. നമുക്കറിയാം, പണ്ട് നമ്മുടെ ഫോണൊക്കെ വരുമ്പോൾ അത് മെയ്ഡ് ഇൻ ചൈനയായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യങ്ങളൊക്കെ മാറി മാറി വന്നിരിക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതാൻ തുടങ്ങിയിരിക്കുന്നു പല വൻകിട ഫോൺ കമ്പനികളും. ഇപ്പൊ ആപ്പിൾ ഉം. പോലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഈ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ തന്നെ കാറൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് വളരെ കുറച്ച് കാറുകൾ മാത്രമേ ഉള്ളൂ ഫോറിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഭൂട്ടാനിൽ നിന്നൊക്കെ ആൾക്കാർ കാർ ഇറക്കിക്കൊണ്ട് ഇവിടെ ഓടിച്ചു നടക്കുന്ന സിനിമാ താരങ്ങളൊക്കെ നമ്മൾ കണ്ട ദുൽഖറിന്റെ ഒക്കെ കേസ് ഇപ്പൊ ഇന്ന് വന്ന വാർത്തയാണ്. അതൊക്കെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ സാധാരണപ്പെട്ടവർക്കൊക്കെ അവൈലബിൾ ആണ് ഇന്ത്യ. കാരണം ഇന്ത്യയിൽ കമ്പനി തുടങ്ങിയിട്ട് ഇത് വിൽക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ടാക്സിലായാലും വിപണിയിലായാലും ഒക്കെ. ഏതായാലും ഓക്കെ. നരേന്ദ്രമോദി നടത്തിയ ഒരു ഉഗ്രമായ വിപ്ലവം എന്ന് പറയേണ്ടി വരും. അത് എടുത്തു പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന്റെ ഭരണചരിത്രത്തിൽ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഉം. നോട്ട് നിരോധിക്കുന്ന സമയത്തായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. രണ്ടാമത്, അദ്ദേഹം അഭിസംബോധന ചെയ്തത് കോവിഡിന്റെ കാലഘട്ടത്തിലായിരുന്നു. മൂന്നാമത്, അതെ. അദ്ദേഹം അഭിസംബോധന ചെയ്തത് കോവിഡിന് തൊട്ട് മുമ്പ് അഭിസംബോധന ചെയ്തത് നമ്മുടെ ബാലക്കോട്ട സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. ഉം. പിന്നീട് അഭിസംബോധന ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ അതിന് ശേഷമായിരുന്നു. ഇപ്പോൾ രാജ്യം ഒരു വലിയ ചരിത്രത്തിലേക്ക് കാലുവെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ഇത് നടത്തേണ്ടി വന്നത്.